ലെബനാനിലുടനീളം ചൊവ്വാഴ്ചയുണ്ടായ പേജർ സ്ഫോടനങ്ങളുമായി ബന്ധപ്പെട്ട അന്വേഷണം മലയാളിയുടെ കമ്പനിയിലേക്കും. നോർവേ പൗരത്വമുള്ള മലയാളി റിൻസൺ ജോസിന്റെ ബൾഗേറിയയിലെ കമ്പനിയിലേക്കാണ് സംശയം നീളുന്നത്. സംഭവത്തിൽ ബൾഗേറിയ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഹിസ്ബുള്ളക്കായി പേജർ വാങ്ങാനുള്ള സാമ്പത്തിക ഇടപാടിൽ ഇദ്ദേഹത്തിന്റെ കമ്പനി ഉൾപ്പെട്ടതായാണ് സംശയം. ബൾഗേറിയയിൽ രജിസ്റ്റർ ചെയ്ത നോർട്ട ഗ്ലോബൽ ലിമിറ്റഡിന്റെ ഉടമയാണ് വയനാട് മാനന്തവാടി സ്വദേശിയായ റിൻസൺ. എന്നാൽ പേജറുകളിൽ സ്ഫോടന വസ്തുക്കൾ നിറച്ച സംഭവത്തിൽ ഇടനിലക്കാരായി ഇസ്രായേലിന്റെ മൊസാദുമായി ചേർന്ന് പ്രവർത്തിക്കുന്നുണ്ടെന്ന വിവരം റിൻസന് അറിയില്ല എന്നും ഡെയിലി മെയിൽ റിപ്പോർട്ടിൽ പറയുന്നു. BAC കൺസൾട്ടിംഗ് കമ്പനിക്ക് ഓഫീസ് പോലുമില്ലെന്ന് ഹംഗേറിയൻ മാധ്യമങ്ങളും പറയുന്നു. BACയുടെ MD ആയ ക്രിസ്ത്യാന ബർസോണി RC ഡിയക്കാണോ എന്ന യുവതിയാണ് നോർട്ട ഗ്ലോബലുമായി ബന്ധപ്പെട്ട് ഇടപാടുകൾ നടത്തിയിരുന്നത്. ഗോൾഡ് അപ്പോളോയുമായി BACയാണ് പേപ്പറിൽ ഒപ്പിട്ടിരുന്നതെങ്കിലും അതിന് പിന്നിൽ നോർട്ടയായിരുന്നുവെന്നാണ് ഹംഗേറിയൻ മാധ്യമവും പറയുന്നത്. തായ്വാനിൽ നിന്ന് പേജറുകൾ കൊണ്ടുവന്ന് ഹിസ്ബുള്ളയ്ക്ക് കൈമാറിയതും നോർട്ടയാണെന്നും ഇവർ പറയുന്നു. തായ്വാനിലെ ഗോൾഡ് അപ്പോളോയുടെ ട്രേഡ് മാർക്ക് ഉപയോഗിച്ച് ഹംഗേറിയൻ കടലാസ് കമ്പനി BAC കൺസൾട്ടിംഗ് ആണ് പൊട്ടിത്തെറിച്ച പേജറുകൾ നിർമ്മിച്ചതെന്നാണ് പുറത്തുവന്ന വിവരം. എന്നാൽ BAC കടലാസ് കമ്പനി മാത്രമാണെന്നും റിൻസൺ ജോസിന്റെ നോർട്ട ഗ്ലോബൽ വഴിയാണ് ഹിസ്ബുള്ള പേജറുകൾ വാങ്ങിയതെന്നുമാണ് ഹംഗേറിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ലെബനാൻ സ്ഫോടനത്തിന് പിന്നാലെ റിൻസനുമായുള്ള ബന്ധവും വിച്ഛേദിക്കപ്പെട്ടിരുന്നു. ഇതും സംശയത്തിന് ഇടയാക്കുന്നുണ്ട്. റിൻസൺ തെറ്റു ചെയ്യുമെന്ന് വിശ്വസിക്കുന്നില്ലെന്നും ചതിക്കപ്പെട്ടതാകാമെന്നുമാണ് കുടുംബം പറയുന്നത്. 2013 റിൻസൺ ഏറ്റവും ഒടുവിൽ നാട്ടിൽ വന്നത്.